പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളെ തീവ്ര മതചിന്താഗതിക്കാർ വിഴുങ്ങുന്നുവോ? സമീപ നാളുകളിൽ നടന്ന പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളെ ആ സംഘടനകളിൽ കയറിപ്പറ്റിയ മുസ്ലിം വിഭാഗത്തിലെ തീവ്ര മതചിന്താഗതിക്കാർ വിഴുങ്ങുന്നു എന്നാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു റിപ്പോർട്ട് 2018 തന്നെ കേരള ഗവൺമെന്റിന് ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. SFI, DYFI തുടങ്ങിയ സംഘടനകളിൽ ധാരാളം SDPIക്കാർ ചില ഹിഡൻ അജണ്ടകളുമായി കയറിപ്പറ്റിയിട്ടുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം 2018 തന്നെ കേരള ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. SDPIക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിരോധിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നും രഹസ്യാന്വേഷണ വിഭാഗം അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നുവത്രേ. പകൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവർ രാത്രി SDPIക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമീപകാലത്ത് മൊബൈൽ ഫോൺ വഴി നടത്തിയ മിന്നൽ ഹർത്താലിന്റെ പിന്നിൽ ഇവരായിരുന്നു എന്നാണ് വിവരം. പകൽ സമയം സഖാവ് ചമഞ്ഞും മതേതരൻ ചമഞ്ഞും നടക്കുന്ന ഇക്കൂട്ടർ രാത്രിയാകുമ്പോൾ ഉള്ളിൽ വിഷം ചീറ്റുന്ന കടുത്ത വർഗീയവാദികളായി മാറുന്നു. പകൽ സമയങ്ങളിൽ മതേതരൻ ചമഞ്ഞ് ഹിന്ദു ക്രിസ്ത്യൻ ഭവനങ്ങളിൽ കയറിപ്പറ്റി സൗഹൃദം സ്ഥാപിക്കുന്ന ഇവർ പിന്നീട് അവിടെയുള്ള പെൺകുട്ടികളെ വശത്താക്കി പ്രണയത്തിൽ വീഴിക്കുന്നു. അതിനുശേഷം മിശ്രവിവാഹം എന്ന ലേബലിൽ വിവാഹം നടത്തുന്നു. വിവാഹത്തിന് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും വേണ്ടിവന്നാൽ കായികപരവുമായ ശക്തിയും ഉപയോഗിച്ച് ഇക്കൂട്ടർ നേരിടുന്നു. ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർന്നു വരാതിരിക്കാനും ഹിന്ദു ക്രിസ്ത്യൻ സഖാക്കൾക്ക് സംശയം തോന്നാതിരിക്കുവാനും മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി വിവാഹം തികച്ചും മതേതരമായി ഇവർ നടത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം പതിയെ പതിയെ പെൺകുട്ടിയെ മതപരിവർത്തനം ചെയ്യിക്കുന്നു. ഈ രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കയറിപ്പറ്റിയ ഇക്കൂട്ടർ ഇപ്പോൾ പയറ്റുന്ന ഒരു രീതി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത വഴി കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടിയായ CPMൽ നുഴഞ്ഞുകയറി പാർട്ടിയുടെ ശക്തി ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ പ്രണയവിവാഹത്തിന്റെ പിന്നിലും ഇക്കൂട്ടർ തന്നെയാകണമെന്ന് സംശയിക്കുന്നവർ ഏറെയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട് കേരളത്തിൽ നടത്തപ്പെട്ട മതേതര വിവാഹത്തിലെ പെൺകുട്ടികൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇക്കാര്യങ്ങൾ പുറത്തുവരും. പക്ഷേ പലരാലും വിലയ്ക്ക് വാങ്ങപ്പെട്ട് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് താൽപര്യം കാണിക്കില്ല എന്നതാണ് സത്യം. പകരം അവർ മിശ്രവിവാഹത്തിനു വേണ്ടി മുറവിളി കൂട്ടി ഇക്കൂട്ടരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നിലനിൽപ്പ് തന്നെ. നിലനിൽപ്പ് പണയം വെച്ചിട്ട് മാധ്യമധർമ്മം നിർവഹിക്കാൻ അത്ര എളുപ്പമല്ല എന്നത് തന്നെ കാരണം.